സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുകയാണ്. കിഫ്ബി റോഡിൽ ടോൾ പിരിക്കാനുള്ള ആലോചന ചർച്ചയായേക്കും. ഉടൻ തീരുമാനമെടുത്താൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള കരട് ബില്ലും ഇന്ന് മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും. ബ്രൂവറിയിൽ CPI മന്ത്രിമാർ എതിർപ്പറിയിക്കുമോ എന്നതും ആകാംക്ഷയാണ്. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ കിഫ്ബി, മറ്റൊന്ന് ബ്രൂവറി. രണ്ട് വിവാദങ്ങളും കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം. ഇതിൽ CPI മന്ത്രിമാർ എന്ത് നിലപാടെടുക്കും എന്നതിലാണ് ഒരു വാർത്താ കൗതുകം തന്നെയുള്ളത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിർദ്ദിഷ്ട യൂസർ ഫീയുമായിട്ട് മുന്നോട്ട് പോകുമോ, അതല്ല തൽക്കാലം അത് പരിഗണിക്കേണ്ടെന്ന് തീരുമാനിക്കുമോ, എന്താണെന്നറിയില്ല. എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? TV പ്രസാദ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. പുതിയ വിവാദങ്ങളിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണ്. അരുൺ പറഞ്ഞതുപോലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്ന് നേരത്തെ വിവാദമായ ബ്രൂവറി, രണ്ടാമത്തേത് കിഫ്ബി. ആദ്യം നോക്കിയാൽ മന്ത്രിസഭാ യോഗം ഇന്ന് പരിഗണിക്കുമോ എന്നുള്ളതാണ്. ഇന്നലെ വരെ ധനമന്ത്രി KN ബാലഗോപാൽ നമ്മളോട് പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ആ ഒരു സാധ്യതയെ KN ബാലഗോപാൽ തള്ളിയതുമില്ല. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു വരുമാനമുണ്ടാകണം എന്നുള്ളത് മന്ത്രി ഉറപ്പിച്ചു പറയുന്നു. അതെങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് വന്നില്ല എന്ന് KN ബാലഗോപാൽ പറഞ്ഞപ്പോൾ TP രാമകൃഷ്ണൻ ഒരു പടി കൂടി കടന്ന് ഇത് LDF ചർച്ച ചെയ്തിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിൽ തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭാ യോഗമാണെന്നും പറയുന്നു. പ്രതിപക്ഷം പറയുന്നത് ഒരു കാരണവശാലും പിരിക്കാൻ അനുവദിക്കില്ല. അരുൺ, ഒരു കാര്യം വ്യക്തമാണ്, ഇത് സംബന്ധിച്ചുള്ള ചർച്ച എന്തായാലും നടന്നിട്ടുണ്ട്. പക്ഷേ ഘടകകക്ഷികളെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. CPI അറിഞ്ഞില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. നേരത്തെ ബ്രൂവറിയുടെ കാര്യം പറഞ്ഞതുപോലെ CPIയുമായും ആലോചിക്കാതെയാണ് ഈ കാര്യത്തിലും സർക്കാർ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് അവരെ ചൊടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇന്ന് കിഫ്ബി ടോളുമായി ബന്ധപ്പെട്ട വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ അരുൺ നേരത്തെ സൂചിപ്പിച്ച ബ്രൂവറി വിവാദത്തിൽ CPI മന്ത്രിമാർ CPIയുടെ നിലപാട് മന്ത്രിസഭാ യോഗത്തിൽ പറയുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കരട് ബില്ല്, ആ കരട് ബില്ലിന്ന് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും എന്ന് പറയുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ നമ്മൾ നിലവിൽ അറിഞ്ഞിട്ടുള്ളത്. അതിൽ തിരുവനന്തപുരത്ത് എന്തെങ്കിലും കരക്കമ്പ് കേൾക്കുന്നുണ്ടോ CPI മന്ത്രിമാരുടെ നിലപാട് ബ്രൂവറി വിഷയത്തിൽ? കാരണം ആദ്യം ബ്രൂവറി വിഷയം വരുന്ന സമയത്ത് ഈ CPI മന്ത്രിമാരോട് വ്യവസായ വകുപ്പ് മന്ത്രിയും ധനമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. അപ്പോൾ അതിലവർ ബോധ്യപ്പെട്ട് തൃപ്തരായതുകൊണ്ടാണല്ലോ എതിർപ്പ് അറിയിക്കാഞ്ഞത്. അപ്പോൾ ഈ ഘട്ടത്തിൽ CPI മന്ത്രിമാർ എതിർപ്പ് അറിയിച്ചാൽ അതും സർക്കാരിന് പ്രശ്നമാവും അല്ലേ? ഉറപ്പായും അരുൺ, കാരണം CPIയെ അറിയിക്കാതെ ഇങ്ങനൊരു സംഗതി നടത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള പാർട്ടിയുടെ സ്റ്റാൻഡ് എന്നുള്ളത് ജലചൂഷണം ഉള്ള ഒരു പദ്ധതിയും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി രണ്ട് മന്ത്രിമാരെ ഇതിനകം തന്നെ പാർട്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായി അതിനുശേഷം വരുന്ന മന്ത്രിസഭാ യോഗം എന്ന നിലയ്ക്ക് CPIയുടെ അഭിപ്രായം മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പറയുമോ എന്നുള്ളതാണ്. നേരത്തെ കൂടിയാലോചനകൾ ഒരുപാട് നടന്നിട്ടുണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷേ അതിൽ CPI ഒരു നിലപാടെടുക്കുന്നു. ആ നിലപാട് പാർട്ടി മന്ത്രിമാർ CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞാൽ അത് ഒരു വെല്ലുവിളിയാകുമെന്ന കാര്യം ഉറപ്പാണ്.